Steps. Hi friends, good evening to everybody. I'm Parira Sharin. Today I'm going to take a small derivation electric field at a point on the axis of dipole. അതിനു മുന്നേ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന്? ഇലക്ട്രിക് ഡൈപോൾ is a system of two equal and opposite charges which is separated by a small distance. ഇപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാല് ഒരു സിസ്റ്റം ആണ്. അതിൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ട് ഈക്വൽ ആകുമ്പോൾ രണ്ട് ചാർജസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മള് രണ്ട് ചാർജസ് എടുക്കാണ്. രണ്ടും ക്യൂ ആണ്, രണ്ട് ഈക്വൽ ആണ് പറഞ്ഞത്. ഇനി ഓപ്പോസിറ്റ് ചാർജസ് ആണ് പറഞ്ഞത്. അപ്പൊ ഒന്നിന് നെഗറ്റീവും ഒന്നിന് പോസിറ്റീവും കൊടുക്കും. ഫസ്റ്റ് നെഗറ്റീവ് കൊടുക്കണം, പിന്നത്തെ പോസിറ്റീവും കൊടുക്കണം. കാരണം ഡൈപോൾ മൊമെന്റ് എപ്പോഴും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് പോവുക. They were separated by a small distance എന്നാ പറഞ്ഞത്. ഒരു സെപ്പറേറ്റ് ചെയ്തത് ഒരു ചെറിയ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2a. ഇനി നമുക്ക് നമ്മൾ ഡെറിവേഷനിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ഡൈപോൾ. നമ്മൾ ശരിക്കും ഡൈപോളിന്റെ സെറ്റപ്പ് തന്നെയാണ്. ഡൈപോളിന്റെ -q +q ഡിസ്റ്റൻസ് 2a. പിന്നെ ജസ്റ്റ് നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ് കൂടി കൺസിഡർ ചെയ്തു, അതിനെ b എന്ന് കൺസിഡർ ചെയ്തു. പിന്നെ അപ്പോ ഇവിടെ ഒരു സെന്റർ ഞാനൊരു o എന്ന ഒരു പോയിന്റ് വെക്കണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എയും ഈ ഡിസ്റ്റൻസ് എയുമായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിന് r ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്കറിയാലോ ഡൈപോൾ മൊമെന്റ് P is equal to 2aq ആണ്. ഇലക്ട്രിക് ഫീൽഡ് is equal to 1/4πε0 q/r². കാരണം രണ്ട് ചാർജും ഈക്വൽ ആണ്. ഇവിടെ ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമ്മള് ഇതിനെ രണ്ട് ഇക്വേഷൻ ആയിട്ട് ഇല്ല. ഇനി E1 എഴുതുമ്പോൾ ഈ +q മുതൽ b വരെയുള്ള ഡിസ്റ്റൻസ് നോക്കുന്നത്. അപ്പോൾ E1 is equal to 1/4πε0 q ഈ ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇത് മൊത്തം ഈ r - a ഹോൾ സ്ക്വയർ. നമ്മൾ r² എന്നല്ല എഴുതല്ലേ, ശരിക്കും ഈ ഡിസ്റ്റൻസ് ആറും ഈ എയും മൈനസ് ചെയ്താൽ നമുക്ക് ഈ പൊസിഷൻ കിട്ടും. അങ്ങനെ പിന്നെ നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷൻ നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. ഇത് നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് ഡയറക്ഷൻ വരുന്നത്. അപ്പൊ അതേ രൂപത്തിലാണ് ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷൻ. പിന്നെ നമ്മൾ E2 ആണ് കൺസിഡർ. E2 എടുക്കുന്നത് -q മുതൽ b വരെയാണ്. അങ്ങനെ അപ്പൊ r + a ആണ്. അപ്പൊ 1/4πε0 q/r + a ഹോൾ സ്ക്വയർ. ഇനി ഇത് ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. b ഇങ്ങോട്ട്. അപ്പൊ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് -a ഒരു ബ്രാക്കറ്റ്. അപ്പൊ അത് ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ ടിക്ക് ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തത്. നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് is equal to E1 + E2. അപ്പൊ E1 നമ്മൾ ആദ്യം കണ്ടെത്തിയതാണ്. സോ is equal to ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആട്ടോ 1/4πε0. ഇതിൽ രണ്ടും ക്യൂ ഉണ്ടല്ലോ, അതേമാതിരി 1/4πε0. അപ്പൊ അതെടുത്ത് നമ്മൾ പുറത്തിടാം. എന്നിട്ട് ഇതില് E1 1/r - a ഹോൾ സ്ക്വയറും. നെക്സ്റ്റ് നമ്മൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതില് -p ആണ് ഡയറക്ഷൻ വരുന്നത്. അപ്പൊ നമ്മള് ആ പ്ലസ് മാറ്റിട്ട് മൈനസ് കൊടുക്കണം. ഡയറക്ഷൻ +p ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ 1/r + a ഹോൾ സ്ക്വയർ. ഇത് ഡൈപോൾ മൊമെന്റ് ആട്ടോ. രണ്ടാമത്തെ ഡൈപോൾ മൊമെന്റ് നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് ആണ് ഞാനത് ഇവിടെ കൊടുത്തത്. ശരിക്കും ഇവിടെ പോസിറ്റീവ് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1/4πε0 q/r + a ഹോൾ സ്ക്വയർ - r - a
whole square divided by r minus a whole square r plus a whole square. Okay. Equal to 1 by 4 pi epsilon 0 q a plus b whole square ന്റെ എക്സ്പാൻഷൻ ആയിട്ട് r plus a whole square ആണ്. r square plus 2ra plus a square മൈനസ് ബ്രാക്കറ്റ് നിർബന്ധമായിട്ടോ മാറിപ്പോയാലേ മൊത്തം പോയി. r square minus 2ar plus a square. r minus a whole square r plus a whole square p ഇനി നമ്മൾ ഈ മൈനസ് ഈ ബ്രാക്കറ്റിൽ മൊത്തം കൊടുക്കട്ടോ. അപ്പോൾ is equal to 1 by 4 pi epsilon 0 q r square plus 2ar plus a square minus r square. ഈ മൈനസ് കൂടി പ്ലസ് 2ar minus a square by r minus a whole square r plus a whole square. അപ്പൊ ഞങ്ങള് ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് ഈ ആർ സ്ക്വയറും ഈ മൈനസ് ആർ സ്ക്വയറും, ഒന്ന് പ്ലസ് ഒന്ന് മൈനസും ആണ്. അതേമാതിരി ഈ പ്ലസ് എ സ്ക്വയറും ഈ മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇത് മൊത്തമായിട്ടും is equal to 1 by 4 pi epsilon 0 q 4ar അതല്ലേ 2 plus 2 4 അങ്ങനെ 4ar ഫോം ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഇത് കോമൺ ആയിട്ട് സ്ക്വയർ രണ്ടിനും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ആർ മൈനസ് എയും ആർ പ്ലസ് എയും ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ സ്ക്വയർ. അപ്പൊ ഇതെന്താ? ഇതൊരു ഇക്വേഷൻ. എ മൈനസ് ബി എ പ്ലസ് ബി. എ മൈനസ് ബി എ പ്ലസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 by 4 pi epsilon 0 q by 4ar divided by r square minus a square പിന്നെ a square whole square. ഇനി നമ്മൾ ഈ q ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. സോ 1 by 4 pi epsilon 0 4aqr divided by r square minus a square the whole square. പീക്ക് അപ്പൊ ഈ ബ്രാക്കറ്റ് പോയി. പിന്നെ നമുക്കറിയാം ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിടാം. 2aq എന്നും 2r എന്നും സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ 4aq ആയി വരും. അപ്പൊ 2aq എന്താ? ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 dipole moment 2r. Okay, then r square minus a square the whole square pk. ഇങ്ങനെയാണ് ഇക്വേഷൻ ചെയ്യുന്നത്. പിന്നെ if r very greater than r ഇതിനേക്കാൾ എത്രയോ വലുതാണെങ്കിൽ ഈ ഇക്വേഷൻ is equal to 1 by 4 by epsilon 0 p into 2r divided by ഇത് a ഒഴിവായി പോകും, നെഗ്ലിജിബിൾ ആയി പോകും. അപ്പോൾ ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ വരും. ആർ സ്ക്വയർ ഈ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഹാഫ് സ്ക്വയർ ഹോൾ സ്ക്വയർ ആകുമ്പോൾ ഇതെന്താവും? ആർ റേസ് ടു 4 ആയിട്ട് മാറും. ആർ റേസ് ടു 4 ആകുമ്പോൾ ഇവിടെ ഒരു ആർ ഉണ്ട്, അത് ക്യാൻസൽ ആവും. ഇവിടെ ക്യാൻസൽ ആയിട്ട് 3 ആർ ക്യൂബ് ആവും. അപ്പം നമ്മൾ ഇക്വേഷൻ ആണ് 1 by 4 pi epsilon 2ar cube. ഇത് എഴുതാൻ വിട്ടുപോയത് കേട്ടോ, നമ്മളെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷന്. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് on the axis of dipole. So in this video, please subscribe and support us. Thank you.